ഇതൊരു SS4 ഡീസൽ വാഹനമാണ്. ഈ വാഹനത്തിൽ സ്പീഡോമീറ്റർ വർക്കാവുന്നില്ല. അപ്പോൾ നമുക്ക് ഈ സ്പീഡോമീറ്റർ വർക്കാകാത്തതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ വാഹനം ഒന്ന് ഓടിച്ച് നോക്കാം. നമ്മളിപ്പോൾ വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്തു, ഫസ്റ്റ് ഗിയർ ഇട്ടു, പതുക്കെ മൂവായി. ഈ വാഹനം ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ ഒരു 20 കിലോമീറ്റർ സ്പീഡിൻ ആവറേജ് ഇപ്പോൾ ഉണ്ടാവും. പക്ഷേ സ്പീഡോമീറ്റർ വർക്കാവുന്നില്ല. ഇപ്പോൾ ഒരു 30-35 കിലോമീറ്റർ സ്പീഡ് നമ്മൾക്ക് ഉണ്ടാവും. ഇപ്പോഴും വർക്കാവുന്നില്ല സ്പീഡോമീറ്റർ. അപ്പോൾ ഇതിന് കംപ്ലൈൻ്റ് ഉണ്ട് നിലവിൽ. ഇഞ്ചൻ വാണിംഗ് ലാമ്പും കത്തുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ ECM നിന്ന് VSS സെൻസറിലേക്ക് പോകുന്ന വോൾട്ടേജ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടാവില്ല, ഇല്ലെങ്കിൽ അതിലേക്ക് പോകുന്ന കണക്ഷൻ എവിടെയെങ്കിലും ഷോർട്ടായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾക്കിനി അടുത്ത ഭാഗം അതാണ് ചെക്ക് ചെയ്യേണ്ടത്. ഈ വെഹിക്കിൾ സ്കാൻ ചെയ്തപ്പോൾ അതിൽ കിട്ടിയിരിക്കുന്ന കോഡ് P0500 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കിത് ഏകദേശം കൺഫേം ആയി. ഒന്നില്ലെങ്കിൽ VSS സെൻസർ ആയിരിക്കും, ഇല്ലെങ്കിൽ അതിലേക്ക് പോകുന്ന വയറായിരിക്കും, ഇല്ലെങ്കിൽ ECM ആയിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. VSS സെൻസറിലേക്ക് പോകുന്ന വോൾട്ടേജ് ബാറ്ററി വോൾട്ടേജാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ആ ബാറ്ററി വോൾട്ടേജ് നിലവിലുണ്ട്. അപ്പോൾ ECMനും കംപ്ലൈൻ്റ് ഇല്ല, അതിൽ വരുന്ന വയറിനും കംപ്ലൈൻ്റ് ഇല്ല. VSS സെൻസറാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മളത് മാറ്റി വെച്ചിപ്പോൾ വെഹിക്കിൾ ഒന്ന് ഓടിച്ച് നോക്കുകയാണ്. ഓടിച്ച് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് വർക്കാവുന്നുണ്ട്. ML ആകുമ്പം അതിന്ന് പോയിട്ടോ. അപ്പോൾ വണ്ടി ഇപ്പോൾ സ്പീഡോമീറ്റർ വർക്കാവുന്നുണ്ട്. അപ്പോൾ നിലവിൽ കംപ്ലൈൻറ്റ് നമുക്ക് ഇത് VSS സെൻസറാണ് കംപ്ലൈൻറ്റ്. സ്പീഡോമീറ്റർ വർക്കാവുന്നത് 2 രീതിയിലാണ് വർക്കാവുന്നത്. ഒന്ന് കേബിൾ ടൈപ്പും പിന്നെ ഒന്ന് സെൻസർ ടൈപ്പും. ഈ പഴയ കാർബറേറ്റർ വാഹനങ്ങൾക്കാണ് കേബിൾ ടൈപ്പ് ഉള്ളത്. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വാഹനങ്ങൾക്കും സെൻസർ ടൈപ്പിലാണ് വർക്കാവുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.